എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്. ഞങ്ങൾ ആരും ജീവിച്ച കാലത്തല്ല. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വല്ലതും പൊട്ടിത്തെറിക്കുന്നതാണോ? അല്ല. അത് പണ്ടും അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ലോകത്ത്. പക്ഷേ ഇപ്പോൾ അറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ വേഗത കൂടി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യം കാലഹരണപ്പെട്ടു പോവാണ്, ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയ കാര്യങ്ങൾ വരികയാണ്. എല്ലാ രംഗത്തും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിലെ വിവിധ ഗവേഷണശാലകളിൽ, സർവകലാശാലകളിൽ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ആ അറിവുകൾ തേടി പിടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. വലിയ മാറ്റമാണ് അന്ന് ലോകത്തുണ്ടാക്കിയത്. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്സ് പറയുന്നത്, ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. 2020 ഈ ദശകം കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ അപ്പുറത്തേക്ക് സൂപ്പർ ഇന്റലിജന്റായി മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തം നമ്മളെക്കാൾ ബുദ്ധിയുള്ളതാവാൻ പോവാ അല്ലേ? അതിനൊരു തമാശയായിട്ടൊരു കാര്യം പറയും. മനുഷ്യൻ ഒരുപാട് കുഴപ്പം പിടിച്ച സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? കടാര, ആളുകളെ കുത്തിക്കൊല്ലാം അല്ലേ? ആളുകളെ വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, കടാര. പക്ഷെ കടാര അതേ ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചാലോ എന്ത് പാവമാണ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഒരു മനുഷ്യൻ വേണം അല്ലേ? അതുപോലെ ഫുൾ ഓർഡർ ആയിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്. ആ തോക്ക് ദേ ഈ ടേബിളിൽ കൊണ്ട് വെച്ചാലോ? തോക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മനുഷ്യന്റെ സഹായം ഇല്ലാതെ എല്ലാവരെയും വെടിവെക്കുമോ? ഇല്ല. ഇനി ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? ഇല്ല. പക്ഷേ മനുഷ്യന്റെ കണ്ടുപിടുത്തം മനുഷ്യവംശ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ആ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം. നിങ്ങളെല്ലാം മിടുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്.